പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയും ബലവും ആ കാവലും പരിപാലനവും ഇന്നലെ രാത്രിയിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആരോഗ്യത്തോടെ, ബലത്തോടെ, ക്ഷേമത്തോടെ, ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു പ്രഭാതം കൂടെ നമുക്ക് ശേഷിപ്പിച്ചു. ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങൾ നമ്മുടെ നെഞ്ചിലേറ്റുമ്പോൾ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നമുക്ക് ദൈവം തന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് ചിന്തിക്കുവാണ്ടാക്കുവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ഐസിയ ചാപ്റ്റർ 44 വേഴ്സ് 1, 2 and 3. ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കാം. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരിനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. കേട്ടിട്ടുള്ള വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ വചനം കീറി മുറിക്കുന്നതാണെങ്കിലും ആശ്വാസത്തിന്റെ വാക്കുകൾ കൂടിയാണ് യെശയ്യാ പ്രവാചകനിൽ നിന്ന് വീണിട്ടുള്ള പ്രവചന ശബ്ദങ്ങൾ. ഇത് ഇസ്രയേലിനോട് പറയുമ്പോൾ, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രയേലെ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ ഇസ്രയേലിനോട് പറയുമ്പോൾ കർത്താവ് പ്രീ പ്ലാൻഡ് ആയിട്ട് മുൻ നിയമിക്കുകയും ആ വിളിയുടെ ശ്രേഷ്ഠതയും വിളിച്ചിരിക്കുന്ന ദൈവം വഴിയിലിട്ടിട്ട് പോകുന്ന അല്ല എന്നുള്ളൊരു ഉറപ്പ് ആദ്യം തന്നെ പറയുന്നു. എന്നിട്ട് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് അതിന് പരിഹാരമായി വെള്ളം, വരണ്ട നിലത്ത്, ഇനി ഇത് വിണ്ടുകീറി പോകുന്ന നിലത്ത് നീരൊഴുക്ക്. അതോടൊപ്പം തന്നെ ഉപമിച്ചു പറയുന്നത് സന്തതിമേൽ ദൈവത്തിന്റെ അനുഗ്രഹവും സന്താനത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവിനെയും സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹവും പകരും. ഈ വചനം കേൾക്കുമ്പം അസ്ഥികൾക്കകത്ത് തണുപ്പേകുന്നതാ. കാരണം ഇസ്രയേൽ മടങ്ങി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രയേലിനെ മാറോട് ചേർത്തണച്ച്, ഇപ്പോഴോ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രയേലെ, ഗർഭം മുതൽ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഗർഭം മുതൽ, ഗർഭത്തിൽ നിന്ന് നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാ. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ദു തുടങ്ങിയതല്ല. ഉരുവാകുന്നതിന് മുൻപേ ഈ ഒരു വചനം ഹൃദയത്തിനകത്തേക്ക് ഒന്ന് പതിക്കട്ടെ. കുഞ്ഞെ, നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഈ വചനം കേൾക്കുമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. കാരണം നീ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കുറിച്ചുണ്ട്. ഒന്നാമത്തെ വസ്തുത. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുള്ളത് കൊണ്ടാണ് ഈ വചനം കേൾക്കാൻ നീ തയ്യാറായിരിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്നെ അതേ ചേർത്തടയ്ക്കുന്നത് കൊണ്ടാണ് ഈ വചനം കേൾക്കാൻ നീ സമയം വേർതിരിക്കുന്നത്. ആ കേൾക്കുന്ന നിന്നോട് ഒരു ഉറപ്പ് പറയാനുണ്ട്. ഞാൻ തെരഞ്ഞെടുത്തവനാണ് നീയെങ്കിൽ നീ ഭയപ്പെടേണ്ട. ഇന്നത്തെ സാഹചര്യത്തിനകത്ത്, പോരായ്മകൾക്കകത്ത്, ഒരു ലാക്ക്നെസ്, ഇല്ലായ്മകളുടെ അകത്ത് കുഞ്ഞെ നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം. അതാ ഈ ദാഹിച്ചിരിക്കാന്ന് പറയുമ്പം എല്ലാ ആശയും പോയി, എല്ലാ ആശയും അറ്റിരിക്കുന്ന. ഏലിയ ഒരിക്കൽ ചൂരച്ചെടിയിൽ തളർന്ന് ഉറങ്ങുന്ന അനുഭവത്തിൽ ഏലിയ പറയുന്നത്, കർത്താവേ, എന്റെ ആത്മാവിനെ നീ എടുത്തോണേ. ഹാഗാറിന്റെ കുഞ്ഞിനെ വെള്ളമില്ലാതെ ഉരൻ പിൻപാട് ദൂരത്തിട്ട് മരണം കാണണ്ട എന്ന് പറഞ്ഞ് വന്ന് മാറിയിരിക്കുന്ന ഹാഗാർ. ഇതൊക്കെ ദാഹിച്ചിരിക്കുന്ന അവസ്ഥകളാ. ദാഹിച്ചിരിക്കുന്ന ആളുകൾ നോക്കുന്ന ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയാ. ഏലിയാവിന് കനൽമേൽ ചുട്ടി അടയ തുരുത്തിയിലെ വെള്ളവുമായി ദൂതൻ വന്നു. കുഞ്ഞിന്റെ മരണത്തിനു വേണ്ടി നോക്കി പാർത്തിരുന്ന ഹാഗാറിന് വേണ്ടി അവളുടെ കണ്ണു തുറന്ന് മരുഭൂമിക്കകത്ത് നീരുറവ് കൊടുത്തു. ഇനി വചനം കേൾക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്ന ഇടത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത്, നീ ഏതിനാണോ ദാഹിക്കുന്നിടത്ത് പരിഹാരമായി ഒരുവൻ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം തരുന്ന ഒരുവൻ. അതിന്റെ തെളിവാണ് നീ വചനം കേട്ടു എന്നുള്ളതും നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതും.
നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യേശുവിനാണെങ്കിൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ പേര് ചേർത്തെഴുതിക്കോ. തിരഞ്ഞെടുക്കപ്പെട്ടാണെങ്കിൽ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം എത്തിച്ചു തരുന്ന ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ. നീ തകർന്നു എന്ന് പറയുന്ന ഇടത്ത്, ചൂരച്ചെടിയിലെല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോ അവിടെ തുരുത്തിയിലെ വെള്ളവുമായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതനുണ്ടല്ലോ. ആ ദൈവം നിന്നെ തെരഞ്ഞെടുത്തവനാ. ഹാഗാർ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവസാനത്തിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ നോക്കിയില്ല, അവസാനിച്ചിട്ടില്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞതാണെങ്കിൽ അവരെ ജാതിയാക്കുമെന്ന് പറഞ്ഞ് ഹാഗാറിനെ കൈ പിടിച്ച് കണ്ണു തുറന്ന് വെള്ളം കാണിച്ച് ആ വെള്ളം തുരുത്തിയിൽ നിന്ന് പകർന്ന് വേണ്ടുവോളം മതി വരുവോളം കുടിപ്പിക്കുന്ന ദൈവകൃപ. അത് ദൈവകൃപയാ കുഞ്ഞേ, അത് ദൈവകൃപയാ. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും, വരണ്ടിരിക്കുന്ന നിലത്ത് ഒരു നീരൊഴുക്ക്. വറ്റി വരണ്ടു പോയി, ഇനി ഈ കാല ഒന്നിനും കൊള്ളില്ല, ഇതിനി നശിപ്പിച്ച് കളയാനേ കൊള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ കൃഷി ഇറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എല്ലാ ശ്രമവും അവസാനിക്കുന്ന ഇടത്താ പറയുന്നത് വരണ്ട നിലത്തൊരു നീരൊഴുക്ക്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിന് 2 സെന്റൻസുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വരണ്ട നിലത്തെ നീരൊഴുക്കുകൾക്കപ്പുറം. ഹല്ലേലൂയ. 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒന്ന്, നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഹൃദയത്തിലേക്ക് എടുത്തേ. ഇത് മതി നിനക്ക്. എന്റെ മക്കളെല്ലാവരും സത്യത്തിൽ നടക്കുന്നു, അവരുടെ സമാധാനം വലുതുമായിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് പോലെ എന്റെ സന്തതികൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ അനുഗ്രഹം. ഗ്ലോറി. നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ അനുഗ്രഹവും, നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെയും, നിന്റെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹവും ഒരു സൈമൾട്ടേനിയസ്ലി, ഒരു കോറിലേഷൻ പോലെ ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ അവന്റെ അനുഗ്രഹവും കൂടെ നിനക്ക് ലഭിക്കുക. നിന്റെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ, സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിന്റെ തലമുറയുടെ നേരെ നിൽക്കാൻ ആർക്കും കഴിയില്ല. പരാജയപ്പെട്ടു പോകത്തില്ല, നിത്യത വരെ എത്തും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന, ദൈവത്തിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന തലമുറ, അങ്ങനൊരു തലമുറയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. നശിച്ചു പോകത്തില്ല, നിത്യത വരെ എത്തുന്ന തലമുറ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചേർന്ന് തലമുറയൊന്ന് വഹിച്ചു പ്രാർത്ഥിച്ച കുഞ്ഞെ, അത് ചേർന്ന് പറഞ്ഞേ, എന്റെ സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ, എന്റെ സന്താനത്തിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ചൊരിയുന്ന ദൈവം നിനക്ക് വേണ്ടി അത് ചൊരിയും. ആത്മാവിൽ വചനങ്ങളെ ഏറ്റെടുക്കട്ടെ. കർത്താവിനോട് കൂടിയിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട സകലവരെയും അങ്ങയുടെ ആത്മാവിനാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരെ, മറ്റെല്ലാവരെയും യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. രക്തത്തിന്റെ ബുദ്ധിയുടെ കൃപ വ്യാപരിക്കും. ആത്മാവിൽ ബലപ്പെടുന്നു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം മൂടി മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കും. ദൈവകൃപ വ്യാപരിക്കും. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുദ്ര ജനത്തിന്റെ മേലിടുന്നപ്പ ദൈവകൃപ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം അപ്പ. ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സന്തതിമേൽ ദൈവത്തിന്റെ ആത്മാവിനെ, സന്താനത്തിന്മേൽ കർത്താവിന്റെ അനുഗ്രഹത്തെ ചൊരിഞ്ഞിരിക്കാൻ നന്ദി പറയുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. അടുത്ത ദിവസം നമുക്ക് നേരെ കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.